ബാക്ക് ടു മൈ ചാനൽ. ടാറ്റ മോട്ടോഴ്സിന്റെ ഗുരുവായൂരിലുള്ള ഹൈസൺ മോട്ടോഴ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ടാറ്റയുടെ 5ാമത്തെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ടാറ്റ കർവ് EVനെ കുറിച്ച് നമുക്ക് നോക്കാം. രണ്ട് ബാറ്ററിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 45 കിലോ വാട്ടിന്റെയും 55 കിലോ വാട്ടിന്റെയും. 45 കിലോ വാട്ടിന്റെ 503 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 55 കിലോ വാട്ടിന്റെ 585 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. കണക്റ്റഡ് DRL ആണ് വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ്, ഫോഗ് ലൈറ്റ് എല്ലാം LED-യുടെ ഹെഡ് ലാമ്പ്, ഫോഗ് ലൈറ്റ് എല്ലാം വരുന്നത് LED ലാംപ്സ് ആണ് വരുന്നത്. കുഞ്ഞനൊരു ഹെഡ് ലൈറ്റ് ആണെങ്കിലും വളരെ പവർഫുൾ ആണ്. ലക്ഷറി സെഗ്മെന്റിലെ കൂപ്പ XUV ആണ് കർവ് EV. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വിത്ത് LED വെൽക്കം ലൈറ്റ്. നമുക്ക് ഇന്റീരിയർ നോക്കാം. ആദ്യമായിട്ട് സീറ്റിന്റെ കാര്യം പറയാം. സീറ്റ് ലെതർ ആണ്. ലെതർ വിത്ത് വെന്റിലേഷനും കൂടിയിട്ടാണ്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്. 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് ഡ്രൈവർ സീറ്റ് വരുന്നത്. 360 ക്യാമറ വരുന്നുണ്ട്. 11 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. നമുക്ക് വാണിംഗ് ഒക്കെ തരാൻ വേണ്ടി വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്. റൈറ്റ് ഇൻഡിക്കേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലുള്ള ക്യാമറ ഓൺ ആയി നമുക്ക് മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ബ്ലൈൻഡ് സ്പോട്ട് ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ലക്ഷറി സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് പറയണ്ടല്ലോ. സൺറൂഫ് ഉള്ള EV ആണിത്. പാനോരമിക് സൺറൂഫ് ആണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, സൺറൂഫ് ഭയങ്കര ഇഷ്ടാട്ടോ. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആകാശമൊക്കെ കണ്ടിരുന്ന് പോകാനായിട്ട് അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടല്ലേ? റിയറിലെ AC വെന്റിനൊപ്പം നമുക്ക് 45 വാട്ടിന്റെ ചാർജിങ് പോർട്ടും ഉണ്ട്. $500 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ടാറ്റയുടെ ടിയാഗോ EVക്കൊന്നും നമുക്ക് എക്സ്ട്രാ ടയർ വരാറില്ല. കർവ് EVക്ക് എക്സ്ട്രാ ടയർ വന്നിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. ചാർജിങ് കിറ്റ് ആണിത്. പോർട്ടബിൾ ചാർജിങ് കിറ്റ്. ബോക്സ് എന്താന്ന് വെച്ചാൽ വീട്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഹോം ചാർജർ കിറ്റ് ആണിത്. ബ്രേക്ക് ഡൗണോ കാറിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കിത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്ഡ് സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ്. റണ്ണിങ് ടൈമിൽ തന്നെ കോൾ എടുക്കാനും കട്ടാക്കാനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് ഉണ്ട്. അടിപൊളി ഒരു JBLന്റെ സൗണ്ട് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സ്, 4 ട്വീറ്റേഴ്സ്, ഒരു സബ് വൂഫർ അടക്കം അടിപൊളിയായിട്ട് നമുക്ക് പാട്ടൊക്കെ വെച്ച് മൂളിച്ച് പോവാട്ടാം. ഡ്രൈവ് മോഡ്, ന്യൂട്രല്, റിവേഴ്സ് ഒക്കെ മാറ്റാനായിട്ടുള്ള നോബാണിത്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത്. ചാർജിങ് പാഡ് ഉണ്ട്, വയർലെസ് ചാർജിങ് പാഡ്. ഫ്രണ്ടിലും ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, USB ഉണ്ട്. ഇതാണ് നമ്മുടെ ചാർജിങ് ലെഡ് വരുന്നത്. ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക് ക്ലോസ് ആവണ ചാർജിങ് ലെഡ് ആണ്.
ഇതില് വലിയ പിന്നാണ് കേട്ടോ ഹോം ചാർജറിന്റെ. ചാർജ് ചെയ്യാനായിട്ട് ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പോൾ ടാറ്റ അത് കണ്ടറിഞ്ഞിട്ട് ഇത് ഓപ്പണും ക്ലോസും ഓട്ടോമാറ്റിക് ആക്കിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. പ്രീമിയം ലക്ഷറി ലുക്ക്, പൊളി പൊളി പൊളി. സ്റ്റൈലിഷ് ആയിട്ടൊരു കീ ആണ്, നോക്കൂ. 2 കീ ആണ്, സ്പെയർ കീ ആണ്. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ്, അങ്ങനെ ഒരു ലക്ഷറി വണ്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പുഷ് ബട്ടൺ ആണെന്ന് പറഞ്ഞു, അതുപടിയാണ് കേട്ടോ. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് സൂക്ഷ്മമായിട്ട് സേഫ്റ്റിയോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ്. 6 എയർ ബാഗ്സ് ഉണ്ട് നമുക്ക്. വീൽസ് നോക്കൂ, അലോ വീൽസ് നോക്കൂ, സ്റ്റൈലായിട്ടില്ലേ. ടാറ്റ കർവ് ഇവിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 190 ആണ്. ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. നമ്മുടെ നാട്ടിലെ റോഡുകൾക്ക് 18 ഇഞ്ച് ടയർ സൈസ് ഒക്കെ അത്യാവശ്യമാണെന്ന് ടാറ്റയ്ക്ക് മനസ്സിലായിക്കണു. ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കാറ് ആഗ്രഹമുള്ള, കാർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റ കർവ് EV വാങ്ങിക്കാൻ, ബുക്ക് ചെയ്യാൻ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഹൈസൺ മോട്ടോഴ്സ്, ഗുരുവായൂർ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ. സ്റ്റേ ട്യൂൺഡ്.